എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനായ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്ങിനെ കുറിച്ചാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇൻ വിച്ച് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഫിഗേഴ്സ് ക്യാൻ ബി റീഡ് ഫ്രം ദ ബോട്ടം ഓൺലി? ഏത് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്ങിലാണ് ഫിഗേഴ്സ് താഴെ നിന്ന് വായിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അലൈൻഡ് സിസ്റ്റം, യൂണിഡയറക്ഷണൽ സിസ്റ്റം, നോൺ അലൈൻഡ് മൾട്ടിഡയറക്ഷണൽ സിസ്റ്റം, പാരലൽ സിസ്റ്റം. ഇതിലേത് സിസ്റ്റത്തിലാണ് ഫിഗേഴ്സ് താഴെ നിന്ന് വായിക്കുന്നത്? യൂണിഡയറക്ഷണൽ സിസ്റ്റത്തിലാണ് നമ്മൾ ഡയമെൻഷനിങ്ങിൽ ഫിഗേഴ്സ് താഴെ നിന്ന് വായിക്കുന്നത്. ഇൻ യൂണിഡയറക്ഷണൽ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഡയമെൻഷൻ ഫിഗേഴ്സ് ആർ സോ റിട്ടൺ ദാറ്റ് ദേ ക്യാൻ ബി റീഡ് ഓൺലി വെൻ വ്യൂഡ് ഫ്രം ദ ബോട്ടം ആൻഡ് നോട്ട് ഫ്രം എനി അതർ ഡയറക്ഷൻ. അപ്പോൾ താഴെ നിന്ന് വായിക്കുന്നത് യൂണിഡയറക്ഷണൽ സിസ്റ്റത്തിലാണ്. റീഡിങ് ദ ഡയമെൻഷൻ ഈസ് ഈസിയർ ദാൻ ഇൻ അലൈൻഡ് സിസ്റ്റം. അലൈൻഡ് സിസ്റ്റത്തിലാണ് ഡയമെൻഷൻസ് റീഡ് ചെയ്യാനായിട്ട് ഈസി. അപ്പോൾ യൂണിഡയറക്ഷണൽ സിസ്റ്റത്തിലാണ് ഫിഗേഴ്സ് ബോട്ടം നിന്ന് വായിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ ഡയമെൻഷനിങ് ദ ലൈൻസ് എൻക്ലോസിങ് ദ ഡയമെൻഷൻ ലൈൻ ആർ നോൺ ആസ്. ഇൻ ഡയമെൻഷനിങ് ദ ലൈൻസ് എൻക്ലോസിങ് ദ ഡയമെൻഷൻ ലൈൻ ആർ നോൺ ആസ് ലീഡർ ലൈൻ, ഡയമെൻഷൻ ലൈൻ, എക്സ്റ്റൻഷൻ ലൈൻ, ഔട്ട് ലൈൻ. ഡയമെൻഷൻ ലൈൻ എൻക്ലോസ് ചെയ്യുന്നത് എക്സ്റ്റൻഷൻ ലൈനാണ്. The extension line encloses the dimension line. It starts and ends with the line to be dimensioned. The extension line is extended beyond the dimension line by 4 mm. ഡയമെൻഷൻ ലൈനായിട്ടും എക്സ്റ്റൻഷൻ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഡയമെൻഷൻ ലൈനായിട്ട് 4 mm ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിഫൈനിങ് പ്രോപ്പർ ബൗണ്ടറീസ് ഫോർ ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈന് പ്രോപ്പർ ബൗണ്ടറീസ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ എക്സ്റ്റൻഷൻ ലൈൻ സഹായിക്കും. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഏകദേശം 4 mm ആണ് ബിയോണ്ട് ദി ഡയമെൻഷൻ ലൈൻ. Next one, while dimensioning a circle, the leader line and the dimension line are drawn at which angle with respect to each other? അപ്പോൾ സർക്കിളിൻ്റെ ഡയമെൻഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ലീഡർ ലൈനും ഡയമെൻഷൻ ലൈനും എത്ര ആംഗിളിലാണ് നമ്മൾ വരയ്ക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. 45 ഡിഗ്രി, 30 ഡിഗ്രി, 0 ഡിഗ്രി ഓർ 180 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ ലീഡർ ലൈനും ഡയമെൻഷൻ ലൈനും വരയ്ക്കുന്നത് ഏകദേശം 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രിയിലാണ്. When dimensioning a circle, the leader line and dimension line are drawn at 0 degree or 180 degree with respect to each other. This helps in clear dimensioning of the circle. It reduces the difficulty in reading the dimensions when there are concentric circles are involved. അപ്പോൾ ഇങ്ങനെ ഡയമെൻഷൻ ചെയ്യുന്നതുകൊണ്ട് 0 ഡിഗ്രിയിൽ 180 ഡിഗ്രിയിൽ ഡയമെൻഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യും. അതേപോലെ തന്നെ കോൺസെൻട്രിക് സർക്കിൾസ് വന്നാലും ഡിഫിക്കൽറ്റി ഒന്നും ഉണ്ടാവില്ല റീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 0 ഡിഗ്രിയിലോ 180 ഡിഗ്രിയിലാണ് നമ്മൾ ലീഡർ ലൈനോ ഡയമെൻഷൻ ലൈനോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വൈൽ ഡയമെൻഷനിങ് ഹോൾസ്, സ്ലോട്ട്സ് എക്സെട്ര, ഹൗ വുഡ് ദെയർ നമ്പർ ബി സ്പെസിഫൈഡ്? ഹോൾസും സ്ലോട്ട്സും ഒക്കെ ഡയമെൻഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നമ്പർ സ്പെസിഫൈ ചെയ്യണമെന്നാണ്. നമ്പർ റിട്ടൺ ഓൺ ദ ഡയമെൻഷൻ ലൈൻ, നമ്പർ ഈസ് റിട്ടൺ ഓൺ ദ ലീഡർ ലൈൻ, നമ്പർ ഈസ് റിട്ടൺ ഓൺ ദ കോർണർ ഓഫ് ദ പേജ്, നമ്പർ ഈസ് റിട്ടൺ ഓൺ ദ സൈഡ് ഓഫ് ദ ഹോൾ ഓർ സ്ലോട്ട്. നമ്മൾ ഹോൾസും സ്ലോട്ടൊക്കെ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ലൈനിൻ്റെ കൂടെയാണ് എഴുതുന്നത്. നമ്പർ ഈസ് റിട്ടൺ ഓൺ ദി ഡയമെൻഷൻ ലൈൻ, ഡയമെൻഷൻ ലൈനിൽ തന്നെയാണ് എഴുതുന്നത്. അലോങ് വിത്ത് ദി ഡയമെൻഷൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ നമ്പർ ഹോൾസിൻ്റെ സ്ലോട്ടിൻ്റെ എണ്ണം കൂടി അതിൻ്റെ കൂടെ എഴുതും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ 4 ഹോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് എല്ലാത്തിനും സെയിം ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹോളിലാണ് ഡയമെൻഷൻ എഴുതുള്ളൂ. അപ്പോൾ എഴുതുമ്പോൾ എന്ത് എഴുതും? 4 ഹോൾസ് അതിൻ്റെ 5 ഡയമീറ്റർ എത്ര mm ആണെങ്കിൽ അതും കൂടി ചേർത്ത് എഴുതും. അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ നമ്പർ ഈസ് റിട്ടൺ ഓൺ ദി ഡയമെൻഷൻ ലൈൻ അലോങ് വിത്ത് ദി ഡയമെൻഷൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ നമ്പർ കൂടി എഴുതി വയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഇഫ് ദ ഡയമെൻഷൻ ഫിഗേഴ്സ് ആർ റിട്ടൺ ഓൺ ദ ഡയമെൻഷൻ ലൈൻ? ഈ ഡയമെൻഷൻ ഫിഗേഴ്സിൻ്റെ ഹൈറ്റ് എത്രയാണ് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. 7 to 9 mm, 2 to 3 mm, 6 to 8 mm, 3 to 5 mm. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3 to 5 mm ആണ്. ഇറ്റ് ഈസ് കസ്റ്റമറി ടു റൈറ്റ് ദ ഫിഗേഴ്സ് വിത്ത് എ ഹൈറ്റ് ഓഫ് 3 to 5 mm. ദിസ് ഹെൽപ്സ് ഇൻ ദ റീഡബിലിറ്റി ഓഫ് ദ ഡയമെൻഷൻ ഫിഗേഴ്സ്. ഡയമെൻഷൻ ഫിഗേഴ്സ് ഈസി ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് ഇത്രയും ഹൈറ്റ് സഹായിക്കും. ഇറ്റ് ഓൾസോ മേക്സ് റീഡിങ് ദ ഡയമെൻഷൻസ് ഈസി. ദ തിക്നെസ് ഓഫ് ദ ലെറ്റേഴ്സ് ഈസ് സോ അഡ്ജസ്റ്റഡ് ദാറ്റ് ഇറ്റ് ക്യാൻ റീഡ് വിത്തൗട്ട് എഫേർട്ട്. തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വിത്തൗട്ട് എഫേർട്ട് നമുക്കത് റീഡ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ വേണം തിക്നെസ്സും കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഏകദേശം കൊടുക്കുന്നത് 3 to 5 mm ആണ്. Okay, next one, while dimensioning, what should always be written before a point accompanied by a figure if the value figure is less than unity?
നമ്മുടെ വാല്യൂ ഫിഗറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന ആ ഒരു ഫിഗറിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 1 0 2 6 എന്താണ് ഫിഗറിൻ്റെ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ ആ ഫിഗറിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന വാല്യൂ എന്താ 0 ആണ് അല്ലേ. ഫോർ ഫിഗേഴ്സ് ഹാവിങ് വാല്യൂ ലെസ് ദാൻ 1 ദ ഡയമെൻഷൻ ഷുഡ് ബി റിട്ടൺ ആസ് 0.5 ഓർ 0.3. അപ്പോൾ 3D 5ൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന വാല്യൂ എന്താണ് 0 ആണ്. There needs to be a 0 in front of the point if it is less than 1. Sometimes 0 is omitted, but this practice should not be encouraged. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ആ ഫിഗറിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ സിസ്റ്റം ഓഫ് ഡയമെൻഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്